ഇതുപോലൊരു കൊള്ളക്കാരനെ കേരള സമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരാൻ അനുവദിക്കണോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കേണ്ടതാണ്. അത്രമാത്രം. ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലൊരു അക്കൗണ്ട് ഉണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. 2016 മുതൽ 19 വരെ ഇതിൻ്റെ നമ്മുടെയൊക്കെ സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ട് കിടക്കുമല്ലോ 10,000 രൂപ, നമ്മൾ ഈ പെറ്റിയടിക്കുക അല്ല ഇങ്ങനെ ചാർജ് മേടിക്കാതിരിക്കാൻ. അതുപോലെ ഈ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കിടക്കുന്നത് കോടികളാണ്. 10 കോടി രൂപയിലധികം പലപ്പോഴും ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. കേരളം ഭരിക്കുന്ന സഖാക്കളുടെ നേതാവായ, പാവപ്പെട്ടവൻ്റെ നേതാവായ, സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസയാണിത്. ഇത് നിഷേധിക്കട്ടെ, തെളിയിക്കാം. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ, ഇതിനകത്ത് നടന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി മേടിച്ചതിന് പോലും കമ്മീഷൻ ചിലപ്പോൾ അവിടെ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം പൈസ ഈ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ കാര്യങ്ങൾ എന്നെക്കൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ കഴിയുന്നത്ര കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഞാൻ പറയുന്നതായിരിക്കും. പരാതി കൊടുത്തിട്ടുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ബാങ്കിൽ ഇപ്പോൾ ഷോൺ ജോർജ് ചോദിച്ചാൽ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. ഷോൺ ജോർജ് ആ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് വന്നാൽ നിങ്ങൾ അംഗീകരിക്കൂ? ഷോൺ ജോർജിന് ആ ബാങ്കിൻ്റെ അക്കൗണ്ടിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ ഷോൺ ജോർജ് ഇവിടെ വന്ന് ഈ പത്രസമ്മേളനം നടത്തുന്നത്. പക്ഷേ ഞാൻ അവിടുന്ന് ഒരു അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ തന്നാൽ നിങ്ങൾ അംഗീകരിക്കൂ? ഇല്ല. അത് എടുക്കേണ്ടത് ഏജൻസികളാണ്. ആ ഏജൻസികൾ എടുക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക്, ആ ബാങ്കിൽ എക്സാലോജി കൺസൾട്ടൻസിയുടെ പേരിൽ മീഡിയ സിറ്റി UAE എന്ന അഡ്രസ്സിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയും അവരുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മിൻ്റെയും പേരിലുള്ള അക്കൗണ്ടാണിത്. അത് ഇനി ഞാൻ പരിശോധിക്കണോ? അത് അറിയാലോ, മുൻ ബന്ധുവാണ്. ഞാൻ അത്തരം പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ്. സുനീഷ് എമ്മാരെന്ന് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അത് എനിക്ക് ബോധ്യപ്പെടുന്ന സോഴ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അവർ ജീവിച്ചിരിക്കില്ല. എനിക്ക് ബോധ്യം വന്ന സോഴ്സ് എനിക്ക് ബോധ്യമുണ്ട്. അത് എൻ്റെ ബോധ്യം തെറ്റാണെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ ഡിഫോമേഷൻ കൊടുക്കാം. ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ, അദ്ദേഹത്തിൻ്റെ പോലീസില്ലേ, വിജിലൻസ് ഇല്ലേ, അദ്ദേഹം എനിക്കെതിരെ കേസെടുക്കട്ടെ. എൻ്റെ സോഴ്സ് എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ അവർക്ക് ജീവിച്ചിരിക്കാൻ പറ്റുമോ? അട്ടിമറിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വിശ്വാസം തീർച്ചയുണ്ട്. ഉണ്ടോ? എനിക്ക് നല്ല വിശ്വാസമുള്ള ആളാണ്. ഞാൻ കേസിൻ്റെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ BJPയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ കേസിൻ്റെ അകത്തെ കാര്യങ്ങളിലേക്ക് ഞാൻ ഇടപെടാൻ പോകുമ്പോൾ നിങ്ങൾ തന്നെ പറയില്ലേ രാഷ്ട്രീയ ഇടപെടലാണ്. അന്വേഷിക്കട്ടെ. SFIയുടെ അന്വേഷണം ഇനിയും 4.5 മാസം കൂടി SFIക്ക് ഇനി അന്വേഷിക്കാൻ സമയമുണ്ട്. ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷന് മുമ്പ് എനിക്ക് വിവരങ്ങൾ കിട്ടിയത്. ഞാൻ ഇലക്ഷന് മുമ്പ് പറഞ്ഞാൽ അതൊരു ഇലക്ഷൻ സ്റ്റണ്ടായി മാറും. കാരണം എൻ്റെ രാഷ്ട്രീയ പാർട്ടി BJP എന്ന നിലയിൽ ഞാൻ ഇലക്ഷന് വേണ്ടി പറയുന്ന പോലെ ഇരിക്കും. പക്ഷേ ഇപ്പോൾ ഇലക്ഷനൊക്കെ കഴിഞ്ഞു, ഇനി ഒരു ഘട്ടം കൂടെ ഇലക്ഷനുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ഇനി പൊതുസമൂഹം അറിഞ്ഞു പോകണം. കാരണം ഇനി ഈ മുഖ്യമന്ത്രി ഈ സ്ഥാനത്ത് തുടരാൻ പാടില്ല. ഇടപാടുകൾ ഇനി മാത്രമൊരു കാര്യം കൂടെ പറയാം. ഈ അക്കൗണ്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്ക പോക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യമേ ഞാൻ പറഞ്ഞുള്ളൂ. പോയത് 90% അമേരിക്കൻ അക്കൗണ്ടുകളിലേക്കാണ്. ഈ അക്കൗണ്ടിൽ നിന്നും വന്ന കാര്യം ഞാൻ പറഞ്ഞു. UAEയിലും US-ലുമുള്ള അമേരിക്കയിലുമുള്ള അക്കൗണ്ടിലേക്കാണ് ഇവിടെ നിന്നും പണം കൂടുതൽ പോയിട്ടുള്ളത്. കൊടുത്തിട്ടുണ്ടല്ലോ, ഓൾറെഡി കൊടുത്തു. ഉത്തരവിടേണ്ട അന്വേഷണം കേട്ടുകേൾവി അല്ലല്ലോ ഇത്. ഇങ്ങനെ അല്ലല്ല, ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ഈ പരാതി അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് കോടതിയിലേക്ക് അയച്ചത് ഒരു കേസിൻ്റെ
ഞാനൊരു അഡീഷണൽ ഡോക്യുമെൻ്റ് അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുമ്പോൾ അത് കോടതി അറിയിക്കുക എന്നുള്ള ഫോർമാലിറ്റി. ഇപ്പോൾ അന്വേഷണത്തിന് കോടതി ഉത്തരവുന്നുണ്ട്. ഓൾറെഡി എൻക്വയറി ഈസ് ദെയർ. എൻക്വയറി അവിടെ ഉണ്ട്. അതിൽ നിന്ന് പുതിയ അന്വേഷണം ഒന്നും കോടതി ഉത്തരവിടേണ്ട കാര്യമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഫയൽ ചെയ്തൊരു കേസ് കോടതി നിലനിൽക്കുമ്പോൾ ഞാനൊരു അഡീഷണൽ ഡോക്യുമെൻ്റ് കൊടുത്താൽ അത് കോടതി അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. ദാറ്റ്സ് ഓൾ. അല്ലാതെ കോടതി അതിനകത്ത് പ്രത്യേകിച്ച് അന്വേഷണത്തിന് ഉത്തരവൊന്നും ഇടേണ്ട കാര്യമില്ല. SFI എൻക്വയറി എവിടെയുണ്ട്, ED എൻക്വയറി എവിടെയുണ്ട്. തെളിവല്ല ഉണ്ടാക്കേണ്ടത്. തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് പക്ഷേ അത് നിങ്ങൾ എടുക്കല. പുനരന്വേഷണം തുടങ്ങട്ടെ. ലാവ്ലിൻ കേസിൽ പണം കൈപ്പറ്റിയതിനല്ല തെളിവില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ പുനരന്വേഷണം വെച്ചാൽ മതിയല്ലോ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന് പ്രത്യേകിച്ച് വേറെ ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്നും ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് സർക്കാർ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട് മേടിച്ചാൽ ഇതിനെല്ലാം തെളിവായി. എനിക്ക് ബോധ്യമുണ്ടെന്ന്. അല്ല, കോടതി അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യം. ഞാൻ പറയട്ടെ, ഒരു സാധാ പൗരനായ അങ്ങേറ്റം ഒരു അഭിഭാഷകനായ പൊതുപ്രവർത്തകനായ ഷോൺ ജോർജിൻ്റെ പരിധിയിലല്ല അതിൻ്റെ ഒരു ഒറിജിനൽ ഡോക്യുമെൻ്റ് കിട്ടുകയെന്ന് പറയാം. ഞാൻ ചോദിച്ചാൽ തരുമോ? ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ചോദിച്ചാൽ തരികയല്ലോ. പിന്നെയാണോ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ കയറി ഷോൺ ജോർജിന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയുക? അല്ല, അത് ഞാൻ എൻക്വയറിക്കല്ലോ. അല്ല, ഞാൻ വിത്ത് അഫിഡവിറ്റില്ല കൊടുത്തത്. എൻ്റെ നോളജ് അനുസരിച്ച് ഇതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുത്തുന്നുണ്ട്. കാരണം ഇവിടുന്ന് പോയിട്ടുള്ള ഫണ്ട് ചെറുതല്ല. ആ ഫണ്ട് എവിടെ പോയി എന്ന് എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിന് ഇത് കൂടി, ഈ അന്വേഷണം കൂടിയേ കഴിയും. മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ദുബായിൽ എവിടെ പോയിട്ടും തിരിച്ചു വന്ന് ദുബായിലുള്ള കുറച്ച് ചുറ്റുകളിയും പിന്നെ ഈ അമേരിക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്കുള്ള പോക്കും ഒക്കെ ഇപ്പോൾ പല ആരോപണം വന്നാൽ പിന്നെയാണ് ഈ അമേരിക്കയ്ക്ക് പോക്ക് കുറച്ചത്. പക്ഷേ അമേരിക്കയിലാണ് ഇതിൻ്റെ എല്ലാ ആസ്ഥാനം. ചില വ്യക്തികൾ അവിടെ ഉണ്ട്.